നമസ്കാരം. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് ഇന്ത്യ ഇതിനോടകം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വാർത്തകളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യ ഈ വിലക്ക് നീട്ടി. ഓഗസ്റ്റ് 23 വരെയാണ് വിലക്ക് നീട്ടിയിരിക്കുന്നത് എന്നാണ് വിവരം. ഇത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് ഈ നീക്കം. 2019 ഫെബ്രുവരി 14 ജമ്മു കശ്മീരിലെ പുൽവാമയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 40 CRPF ജവാന്മാർ വീരമൃത്യു വരിച്ചിരുന്നു. ജെയ്ഷ് ഇ മുഹമ്മദ് നടത്തിയ ഈ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ ബലാകോട്ടയിൽ ഭീകര ക്യാമ്പുകൾ വ്യോമാക്രമണത്തിലൂടെ തകർത്തു. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും പരസ്പര വ്യോമാതിർത്തികൾ അടച്ചത്. പാകിസ്ഥാൻ നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാത അടച്ചിരുന്നു. ഇതിന് മറുപടിയായി ഇന്ത്യ പാക് വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യൻ വിമാന കമ്പനികളെ വലിയ തോതിൽ ബാധിച്ചിരുന്നെങ്കിലും ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. മറ്റ് രാജ്യങ്ങളിലേക്ക് പറക്കുന്ന പാക് വിമാനങ്ങൾ ഇന്ത്യയുടെ വ്യോമാതിർത്തി ഒഴിവാക്കി പോകേണ്ടി വരുന്നതിനാൽ യാത്രാ ദൂരവും സമയവും കൂടും. ഇത് ഇന്ധന ചെലവ് വർദ്ധിപ്പിക്കുകയും പാക് വിമാന കമ്പനികൾക്ക് ഭീമമായ നഷ്ടം വരുത്തിവെക്കുകയും ചെയ്യും. ദാരിദ്ര്യവും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടുന്ന പാകിസ്ഥാന് ഇത് താങ്ങാനാവാത്ത പ്രഹരമാണ്. നിലവിൽ പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റി ഓഗസ്റ്റ് 24 വരെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമപാതയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് നീട്ടിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താത്ത വ്യോമാതിർത്തി പ്രശ്നം പരിഹരിക്കപ്പെടാൻ സാധ്യതയില്ല. അതേസമയം പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും ദയനീയമാണ്. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന ഈ രാജ്യം കുതിച്ചുയരുന്ന വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുകയാണ്. 1 കിലോ ഉള്ളിക്ക് 180 രൂപയും 1 ലിറ്റർ പാലിന് 150 രൂപയും പഞ്ചസാരയ്ക്ക് 180 രൂപയും ഒക്കെയാണ് അവിടെ വില. ജനസംഖ്യയുടെ ഏതാണ്ട് 45% പേരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത്. അതിൽ 16.5 പേരും കടുത്ത ദാരിദ്ര്യത്തിലുമാണ്. IMF പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ലഭിക്കുന്ന വായ്പകളിൽ മാത്രമാണ് നിലനിൽപ്പ്. കടം പെരുകുകയാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരം കുറഞ്ഞു വരുന്നു. രാഷ്ട്രീയ അസ്ഥിരതയും വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണികളും ഈ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. അയൽ രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് ഇന്ത്യയുമായി തുടരുന്ന ശത്രുതാപരമായ സമീപനവും ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നയങ്ങളും പാകിസ്ഥാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും സാമ്പത്തികമായി തകർക്കുകയും ചെയ്യുന്നു. സൈനിക ബജറ്റ് വർദ്ധിപ്പിച്ച് യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നതിലൂടെ രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.